നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകൾ തള്ളണമെന്നും ജനങ്ങളുടെ ആശങ്കയകറ്റാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് നയിച്ച ജനപക്ഷ യാത്രയ്ക്ക് തൊടുപുഴയിൽ ആവേശകരമായ സമാപനം. സമാപന സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നടന്ന കൊലപാതകത്തിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷൻ മൂലമറ്റം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞാർ പോലീസ് സർക്കിൾ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൊതകുത്തി ST കോളനി കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുവാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ തൊടുപുഴ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും AEയെയും തടഞ്ഞുവച്ചു. തൊടുപുഴ നഗരത്തിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ ഉദ്ഘാടനം നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകൾ തള്ളണമെന്നും ജനങ്ങളുടെ ആശങ്കയകറ്റാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. ഹർത്താലിനെ തുടർന്ന് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ചില സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. സർക്കാർ ഓഫീസുകളിലും മറ്റും ഹാജർ നിലയും കുറവായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ KSRTC തൊഴിലാളികളും പണിമുടക്ക് തുടങ്ങിയത് കാരണം KSRTC ബസ്സുകളും സർവീസ് നടത്തിയില്ല. CATU, INTUC യൂണിയനുകൾ ഉൾപ്പെടെയുള്ള യൂണിയനുകളാണ് KSRTC പണിമുടക്ക് നടത്തിയത്. ഹർത്താലിനോടനുബന്ധിച്ച് LDF നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. VV മത്തായി, K സലീംകുമാർ, PP ജോയി, VR പ്രമോദ്, ഷിനു ഇല്ലിക്കൽ, KR രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നിപ്പോ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളായിട്ടുള്ള കോൺഗ്രസും കേരള കോൺഗ്രസും എല്ലാം ഇടുക്കി പാർലമെന്റ് സീറ്റിനെ സംബന്ധിച്ചും കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിച്ചു വരാമെന്നതിനെ സംബന്ധിച്ചുമുള്ള വാദകോലാഹലങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഐക്യജനാധിപത്യ മുന്നണിയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയുവാനുള്ളത്, ഇടുക്കി ജില്ലയിലെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ആര് മത്സരിച്ചാലും ഒരു കുഴപ്പവുമില്ല. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിക്ക് മാത്രമേ ഈ ഇടുക്കിയുടെ മണ്ണിൽ കാലുറപ്പിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇടുക്കിയുടെ പ്രതിനിധിയായിരിക്കുന്ന PT തോമസ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന വഞ്ചനാപരമായിട്ടുള്ള നിലപാട് കൂടുതൽ വെളിവാക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയെ മാത്രമേ ഇവിടെ തെരഞ്ഞെടുത്തയക്കുമെന്ന ഉറച്ച നിലപാടുമായി ഇടുക്കി ജില്ലയിലെ ജനങ്ങളടക്കം മുന്നോട്ട് പോവുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ തൊടുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് VV മത്തായി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ സന്ദർഭം മുതൽ എല്ലാവർക്കും തൊഴിലും എല്ലാവർക്കും വിദ്യാഭ്യാസവും അതുപോലെ എല്ലാവർക്കും പാർപ്പിടവും എന്നുള്ള ആവശ്യം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ളതാണ്. അത്തരം ആവശ്യം ഉയർന്നു വന്ന സന്ദർഭങ്ങളിലെല്ലാം ആ ആവശ്യങ്ങളെല്ലാം അപ്പാടെ അംഗീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വോട്ട് വാങ്ങി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എല്ലാം നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മുന്നോട്ട് വെച്ച
അത്തരം വാഗ്ദാനങ്ങളെല്ലാം അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ വിസ്മരിച്ചുകൊണ്ട് തങ്ങളെ അധികാരത്തിൽ കയറ്റിയ കോടാനുകോടി വരുന്ന ഇന്ത്യ രാജ്യത്തെ പണിയെടുക്കുന്ന കൃഷിക്കാരെയും തൊഴിലാളികളോടുമെല്ലാം വഞ്ചനാപരമായിട്ടുള്ള നിലപാടുകളാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ആ അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമുക്ക് തൊഴിലുറപ്പ് തൊഴിൽ സംരക്ഷിക്കപ്പെടണമെന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു വർഷം 100 ദിവസമെങ്കിലും പാവപ്പെട്ട ഗ്രാമീണ മേഖലയിലെ പണിയെടുത്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ്. യൂണിയൻ ഭാരവാഹികളായ എം മാത്യു, വത്സ ജോൺ, ടി മുജീബ്, വി ദിലീപ് കുമാർ, KM സരസു, മോളി രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. കരിമണ്ണൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. കരിമണ്ണൂർ ടൗണിൽ ഗവൺമെന്റ് UP സ്കൂളിന് എതിർവശത്ത് മാറാട്ടിൽ ബിൽഡിംഗിലാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റും മുൻ MLAയുമായ അഡ്വക്കേറ്റ് EM അഗസ്തി ഭദ്രദീപം കൊളുത്തി സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നിങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നത് കരിമണ്ണൂർ ആലക്കോട് പഞ്ചായത്തുകളിലെ പ്രവർത്തന മേഖലയായി ഒരു സഹകരണ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുക. നമ്മുടെ നാട്ടിൽ നിരവധിയായ സഹകരണ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എല്ലാ സഹകരണ സ്ഥാപനങ്ങളും നിലനിൽക്കാറില്ല. കാരണം ഒരു സഹകരണ സ്ഥാപനം തുടക്കത്തിൽ ആരും അധികം സഹായിക്കാറില്ല എന്നാണ്. ഇവിടെ എൻ്റെ വലതുവശത്തിരിക്കുന്നത് കരിമണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹം സഹകരണ രംഗത്ത് വളരെ പരിചയസമ്പന്നനായാണ്. 90 വർഷം മുമ്പ് കരിമണ്ണൂരിൽ ഒരു പരസ്പര സഹായ സഹകരണ സംഘം തുടങ്ങി അത് വളർന്ന് ഈ പഞ്ചായത്തിൽ എല്ലാവർക്കും സഹായം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു. പക്ഷെ 90 വർഷം മുമ്പ് ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ ആരംഭിക്കുന്ന സ്ഥാപനം തന്നെയായിരുന്നു കരിമണ്ണൂർ സർവീസ് സഹകരണ ബാങ്കം എന്ന് കാര്യങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ജില്ലാ ബാങ്കിൻ്റെ വായ്പയില്ല. വായ്പ കിട്ടുന്ന സമയത്താണ് നമ്മൾ പരിശീലിപ്പിച്ചത്. സൊസൈറ്റി പ്രസിഡന്റ് MP വിജയനാഥൻ അധ്യക്ഷത വഹിച്ചു. ഹോണററി സെക്രട്ടറി TV മാത്യു തെങ്ങുംപള്ളിൽ, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് S അശോകൻ, കരിമണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NA ജെയിംസ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VJ ചെറിയാൻ, ഡയറക്ടർ ദേവസ്യ മത്തായി, ബാങ്കിംഗ് കൺസൾട്ടന്റ് PM ഐസക്, NSS കരയോഗം പ്രസിഡന്റ് MS നാരായണൻ നായർ, മുസ്ലിം ലീഗ് പ്രസിഡന്റ് NK ഇല്യാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇടതുപക്ഷ കാപട്യത്തിനും വർഗീയ ഫാസിസത്തിനുമെതിരെ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് നയിച്ച ജനപക്ഷ യാത്രയ്ക്ക് തൊടുപുഴയിൽ ആവേശകരമായ സമാപനം. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി സോണിയാഗാന്ധിയുടെയും മൻമോഹൻ സിംഗിന്റെയും നേതൃത്വത്തിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റാണ്. രാജ്യത്തിന് ഭരണസ്ഥിരത നൽകാൻ, അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വൻപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കാൻ UPA ഗവൺമെന്റ് 1ഉം 2ഉം UPA ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞു. എന്തെല്ലാം വിമർശനങ്ങൾ ഉണ്ടായാലും ലോകം മുഴുവൻ വൻപിച്ച സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ നിലനിർത്തുവാനും ലോക സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചു നിർത്താനും കഴിഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കോൺഗ്രസിന്റെയും സാമ്പത്തിക നയങ്ങൾ കൊണ്ടാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടിയപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിന്റെ അലിയടികളില്ലാതെ ഈ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്താൻ കേന്ദ്രത്തിലെ സോണിയാഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് സാധിച്ചു. ധാരാളം നേട്ടങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കി. മണ്ഡലം പ്രസിഡന്റ് KG സജിമോൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി K ബാബു, PT തോമസ് MP, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, അഡ്വക്കേറ്റ് M ലിജു, AK മണി, TP ഹസൻ, നാട്ടകം സുരേഷ്, ഇബ്രാഹിം കുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് AK രാജു, TM സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ക്യാൻസർ നിയന്ത്രണ പരിപാടിയോടനുബന്ധിച്ച് RCCയുടെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ പരിശോധനയ്ക്ക് തുടക്കമായി. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയുടെ ഡോക്ടർമാരും ജീവനക്കാരും വളരെയേറെ നല്ല നിലയിൽ ഈ സംരംഭവുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ തന്നെ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇനിയും വീടുകളിൽ ആളുകളെ പറഞ്ഞുവിട്ട് ആശാപ്രവർത്തകരൊക്കെ വീടുകളിൽ ചെന്ന് അവരെ ആളുകളെ അവബോധമുണ്ടാക്കി അവരെ ഈ ചികിത്സാ ക്യാമ്പിലേക്ക് കൂടുതൽ പേരെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് നഗരസഭയും ആശുപത്രിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ പരിശോധന ഇന്നിവിടെ നല്ല നിലയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സജീവ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മിനി മോഹൻ, ഡോക്ടർ അനില ബേബി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ബാബു, ബ്ലോക്ക് കോർഡിനേറ്റർ ജോൺസൺ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡായ എടാട് പുളിക്കത്തടം 149 നമ്പർ അങ്കണവാടിക്ക് സ്വന്തമായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. അഡ്വക്കേറ്റ് പി ടി തോമസ് MP മന്ദിരോദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതൊക്കെ കൂട്ടുകാരോട്, ബന്ധുക്കളോട്, രക്ഷകർത്താക്കളോട് സംസാരിച്ച് അങ്ങനെ പിടിച്ചു നിൽക്കാൻ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു പരിശീലനം കൂടി ആവശ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അംഗൻവാടി നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. അതിന് കുട്ടികൾക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കണം. കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ ഇവിടെ പൈപ്പ് കണക്ഷൻ കിട്ടിയിട്ടില്ല. പൈപ്പ് കണക്ഷൻ കൂടി ഉണ്ടാക്കി അതുപോലെ തന്നെ മൂത്രം ഒഴിക്കാനും. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീകല ഗോപി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാജു കൊങ്ങോല, എൽസമ്മ, ICDS സൂപ്പർവൈസർ സുസിലിയമ്മ മാത്യു, എടാട് ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ PR നാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു അനിൽകുമാർ സ്വാഗതവും അംഗൻവാടി ടീച്ചർ ടെസി അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നടന്ന കൊലപാതകത്തിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷൻ മൂലമറ്റം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞാർ പോലീസ് സർക്കിൾ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് K തുളസി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജനമനസാക്ഷി ഉണർന്നുകൊണ്ട് അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഡൽഹിയിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് ഒരു പെൺകുട്ടി വളരെ ഹീനമായ തരത്തിൽ കൊലപ്പെടുത്തിയ സംഭവം. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും അതിന് എതിരായിട്ടുള്ള പ്രതിഷേധമുണ്ടായി. ഇത്തരം ഒരു അനുഭവം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കുണ്ടായിക്കൂടാ എന്ന തരത്തിലുള്ള ആലോചനകളുണ്ടായി, ചർച്ചകളുണ്ടായി. വളരെ വേഗതയിൽ തന്നെ കോടതി ഇടപെട്ടു. അതുപോലെ തന്നെ അതിനാവശ്യമായ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. സ്ത്രീകൾക്ക് ഗുണകരമായ തരത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അതിന് പരിഹാരമുണ്ടാകണം. അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ, ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചു. അന്വേഷണം നടന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മീഷൻ അത് 60 ദിവസം കൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കുന്നത്. അത്ര ഗൗരവമായി ഈ വിഷയത്തെ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം അതിനെതിരെ കടന്നു വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇത്രത്തോളം അതിശക്തമായി നമ്മുടെ നാട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കും. മഹിളാ അസോസിയേഷൻ മൂലമറ്റം ഏരിയ പ്രസിഡന്റ് റോസ്ലി ബേബി അധ്യക്ഷത വഹിച്ചു. CPIM മൂലമറ്റം ഏരിയ സെക്രട്ടറി KL ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു അനിൽകുമാർ, KM ഉഷ എന്നിവർ പ്രസംഗിച്ചു. ബിജി രവികുമാർ, ബീന ജോൺസൺ, മോളി ആന്റണി, ഉമൈദ് റഷീദ്, അമ്മിണിക്കുട്ടി, രാധാമണി രവീന്ദ്രൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകൾ തള്ളണമെന്നും ജനങ്ങളുടെ ആശങ്കയകറ്റാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് നയിച്ച ജനപക്ഷ യാത്രയ്ക്ക് തൊടുപുഴയിൽ ആവേശകരമായ സമാപനം. സമാപന സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നടന്ന കൊലപാതകത്തിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷൻ മൂലമറ്റം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞാർ പോലീസ് സർക്കിൾ ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
കൊതകുത്തി ST കോളനി കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുവാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ തൊടുപുഴ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും AEയെയും തടഞ്ഞുവച്ചു. തൊടുപുഴ നഗരത്തിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ ഉദ്ഘാടനം നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.